ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സൊഹാറിലുള്ള മാംഗോയും ജാക്ക് ഫ്രൂട്ടും നാരങ്ങയും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ തോട്ടങ്ങളൊക്കെ കാണാം. അവിടെ പോയി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറിച്ചെടുക്കാം. അവിടെ കൊണ്ടുവന്ന് തൂക്കി നിസ്സാര വിലയൊക്കെ ഉള്ളൂ. മാംഗോ കിലോ 500 പൈസ, ജാക്ക് ഫ്രൂട്ടിനൊക്കെ 800 പൈസയുള്ളൂ ഒരു കിലോയ്ക്കൊക്കെ. നല്ല ഫ്രഷ് സാധനം നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റും. നിങ്ങൾ ഈ ചാനൽ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അതെല്ലാം ഒന്ന് നോക്കിക്കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഫാമിലെത്തി. ഇനി ഫാമിനകത്തുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ജാക്ക് ഫ്രൂട്ട് തോട്ടങ്ങളും മാംഗോ തോട്ടങ്ങളും ഒക്കെ കാണാം. നമ്മളിപ്പോൾ കയറി ഈ മെയിൻ ഗേറ്റാണ് ഈ കാണുന്നത്. അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ സാധനം വാങ്ങുന്നുണ്ട്. അതുപോലെ നമ്മൾ ആ സാധനമൊക്കെ നോക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ എല്ലായിടമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. നമുക്ക് അതിനുള്ളിലോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ. അങ്ങനെ എല്ലാവരും നോക്കുന്ന കൂട്ടത്തിൽ ഞാനും പോയി ഒരു ചക്ക എടുത്തു. അതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ നോക്കി. എന്നിട്ട് അതിൻ്റെ വില അന്വേഷിച്ചു. അപ്പോൾ അവർ കിലോ 800 പൈസ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 10 കിലോ ചക്കയൊക്കെ എടുത്തു. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വേണമായിരുന്നു. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് നോക്കി അവരുമായിട്ട് സംസാരിച്ചിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടുവച്ചു. എന്നിട്ട് ഞങ്ങൾ അകത്തേക്ക് കാഴ്ചകൾ കാണാൻ പോവുകയാണ്. ഇതാണ് നാരങ്ങയുടെ തോട്ടമാണ്. ആദ്യം കയറി കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നതാണ്. നമുക്ക് അകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലായിടത്തും ഉണ്ട് ആൾക്കാർ. കിട്ടുന്ന അവസരം മിസ്യൂസ് ചെയ്യുന്ന പരിപാടിയുണ്ട് അവിടെ. മാങ്ങ ഒക്കെ കണ്ടമാനം എറിഞ്ഞ് ചാടിച്ച് താഴെ ഇട്ടിട്ട് 1-2 ഒക്കെ എടുത്തുകൊണ്ട് പോകും. അവിടെ കാണാനും കേൾക്കാനും ഒന്നും ആരുമില്ല. ഞാനങ്ങനെ കുറച്ച് നാരങ്ങയൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറിച്ചെടുത്തു. അതൊക്കെ ശേഖരിച്ചു. അപ്പോൾ അതിനപ്പുറമൊക്കെ ആൾക്കാർ മാങ്ങ എറിയുന്നൊക്കെ ഉണ്ട്. അവർ വെറുതെ എറിഞ്ഞ് പറിച്ചൊക്കെ കളയുന്നുണ്ട് ഒത്തിരി സാധനങ്ങൾ. അങ്ങനെ ആരും ഒരു ഉത്തരവാദിത്വമൊന്നും ഇല്ലാതെ ഇഷ്ടംപോലെ മാങ്ങ ഒക്കെ താഴെ കിടപ്പുണ്ട്. അതുപോലെ നാരങ്ങ ഉണ്ട്. നമ്മൾ ആവശ്യത്തിന് മാത്രം പറിച്ചെടുത്തു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത മാങ്ങ പറിക്കാനായിട്ട് മാങ്ങാത്തോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മാവിലൊക്കെ ഇഷ്ടംപോലെ മാങ്ങ പിടിച്ചു കിടപ്പുണ്ട്. നമുക്ക് ആ മാവിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ മാവിൻ തോട്ടത്തിൽ നിൽക്കുമ്പോഴാണ് അതിലൊരു വാഴത്തോട്ടം കണ്ടത്. നമ്മളങ്ങനെ ആ വാഴത്തോട്ടത്തിലേക്കൊന്ന് പോവുകയാണ്. നല്ല മനോഹരമായ ഒരു വാഴത്തോട്ടമാണ്. അതിലിങ്ങനെ കൊലകളൊക്കെ വീണ് വരുന്നതേ ഉള്ളൂ. വിളഞ്ഞതൊന്നും ഇല്ല. അത്യാവശ്യം നല്ല കായൊക്കെ വീണ് വരുന്നൊരു സമയമാണ്. നമുക്ക് ആ വാഴത്തോട്ടവും അവിടെയൊക്കെ ഒന്ന് കാണാം. ഓക്കെ.
വാഴത്തോട്ടത്തിൽ നിൽക്കുമ്പോൾ അകലെ ഒരു മാവിൻ തോട്ടം കണ്ടു. അങ്ങനെ നമുക്കാവശ്യമായ മാങ്ങ ഒക്കെ പറിക്കുവാൻ ഞാൻ ആ മാവിൻ തോട്ടത്തിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് നല്ല ഫ്രഷായിട്ടുള്ള മാങ്ങ ആവശ്യത്തിന് പറിച്ചെടുത്തു. അതിൽ പഴുത്ത ഉണ്ടായിരുന്നതൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ കഴിച്ചിരുന്നു. അങ്ങനെ നമുക്കാവശ്യമായ ഒരു 5-6 കിലോളം മാങ്ങകളും ഞങ്ങൾ അവിടെ നിന്ന് പറിച്ചു. അങ്ങനെ അവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ കാണാം. ഓക്കെ. അങ്ങനെ മാങ്ങ ഒക്കെ പറിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് ജാക്ക് ഫ്രൂട്ട് തോട്ടം കണ്ടത്. ഇനി അങ്ങോട്ട് നമ്മുടെ ചക്ക ഇഷ്ടം പോലെ പിടിച്ച് കിടക്കുന്നുണ്ട്. എല്ലാം വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഞാൻ അതിനകത്തുനിന്ന് ഒരു 10-20 കിലോ ചക്ക ഒരാളെ കയറ്റിയിടിച്ച് ഒരു മരത്തേന്ന്. നമുക്ക് ആവശ്യമുള്ളത് കാണിച്ചു കൊടുത്താൽ അവരത് സെലക്ട് ചെയ്ത് തരും. അങ്ങനെ നമ്മളതും മേടിച്ച് മുന്നോട്ട് വീണ്ടും ഈ ജാക്ക് ഫ്രൂട്ട് തോട്ടങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ. നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത് വൈബ് വിത്ത് സജ്ജാദ്. ഇനിയും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ നമസ്കാരം.